ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നയനയും ആദർശും ചന്തുമോളും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ചന്തുമോളുടെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാടുകളൊക്കെ നടത്തുവാനുമാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ദുഷ്ടനായ അബി അനഘയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അനഘയുടെ ബെഡിനരികെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഓമനേച്ചി ഏതായാലും ചായ എടുക്കാൻ പോയ സമയത്ത് അത് ഞാനങ്ങ് പറയാം. നിന്റെ മോളുടെ ബർത്ത്ഡേ അവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്, അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും കൂടിയിട്ട്. അവളുടെ ഇപ്പോഴത്തെ അച്ഛൻ ആദർശാണല്ലോ, അമ്മയുടെ സ്ഥാനത്ത് നയനെ. നീ ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തട പോലെ കിടക്കുകയാണെങ്കിലും നിന്റെ മോളുടെ ജീവിതത്തിൽ ഇതുപോലൊരു ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ടാകില്ല. നീ ഏതായാലും ഇനി റിക്കവർ ഒന്നും ആകില്ല. നേരത്തെ ഒന്ന് മരിച്ച നീ ഇനി അധികം വൈകാതെ ആ വിധിക്ക് കീഴടങ്ങും. അപ്പോൾ നിന്റെ ആത്മാവിന് അതൊക്കെ കണ്ട് സന്തോഷിക്കാം, നിന്റെ മോള് നല്ല നിലയിൽ ജീവിക്കുന്നത്. അനന്തപുരി തറവാട്ടിലെ ഒരു അംഗമാകണമെന്നതായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. അത് ഏതായാലും സാധിച്ചു. ഇനി അവിടെ ഉള്ളവർ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ അബിയുടെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ എപ്പോഴെങ്കിലും ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് ആരെങ്കിലും സംശയിച്ചു തുടങ്ങിയാൽ, അത് തെളിയിക്കേണ്ട ഒരു മുഹൂർത്തം വന്നാൽ പിന്നെ നിനക്കൊപ്പം ആ കുഞ്ഞും കാണും ആത്മാവായിട്ട്. അതൊക്കെ കേട്ട് ഒന്നും അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന അനഘയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അത് കണ്ട് അബി പറയുന്നുണ്ട്, നീ കരയുകയൊന്നും വേണ്ട മോളെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഏതായാലും ചന്തുമോളെ അവരൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു DNA ടെസ്റ്റിനൊന്നും മുതിരില്ല. അതെൻ്റെ ഭാഗ്യമാ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായയുമായി ഓമനേച്ചി വരുന്നുണ്ട്. പിന്നെ അബി അവരോട് പറയുന്നുണ്ട്, ഞാൻ അനഘയോട് പറയുകയാണ്, ഇന്ന് അവളുടെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറയുകയായിരുന്നു. അവിടെ ഞങ്ങളെല്ലാം ആഘോഷം ഗംഭീരമാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്നേരം ഓമനേച്ചി പറയുന്നുണ്ട്, ആ കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കട്ടെ. ഇങ്ങനെ അനങ്ങാതെ ഒരേ കിടപ്പാണെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ അനഘമോൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഓമനേച്ചി പറയുന്നുണ്ട്, സാർ ചായ കുടിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കുന്നതിനിടയിൽ ഓമന ചേച്ചിയോട് അബി പറയുന്നുണ്ട്, ഏട്ടന് പറ്റിയ ഒരു അബദ്ധമാണ്. ആദർശേട്ടൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അനഘ മുത്തച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ അനഘ അനന്തപുരി തറവാട്ടിലെ മരുമോളായിരുന്നേനെ, ചന്തുമോളും അവിടെ ജീവിച്ചേനെ. പക്ഷേ ഇവൾ ബുദ്ധിമോശം കാണിച്ചു. അങ്ങനെ അബി സ്വന്തം തെറ്റ് ഏട്ടൻ്റെ തലയിൽ ഇട്ട് കൊടുത്തതും പോരാ, ഒരു നാണവുമില്ലാതെ അത് റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പാവം അനഘ. കയ്യും കാലും ഒന്ന് അനക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവനെ കണ്ണം നോക്കി ഒന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും കഴിയാത്തൊരവസ്ഥയിലാണല്ലോ അനഘ കിടക്കുന്നത്. എന്നിട്ട് ഓമനേച്ചി പറയുന്നുണ്ട്, സാറും സാറിൻ്റെ ഭാര്യയുമൊക്കെ ആ കുഞ്ഞിനെ ഏറ്റെടുത്തല്ലോ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഓ അതൊന്നും അവരുടെ നല്ല മനസ്സുകൊണ്ടല്ല. മുത്തശ്ശൻ തറപ്പിച്ചൊരു കാര്യം പറഞ്ഞാൽ അവിടെയുള്ളവരെല്ലാം അത് കേട്ടേ പറ്റൂ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി ഒരു കാരണവശാലും ചന്തുമോളെ തള്ളിക്കളയരുത് എന്ന് ഞാനുൾപ്പെടെ അവിടെയുള്ള എല്ലാവരും ആദർശേട്ടന് താക്കീത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കീഴടങ്ങാതെ നിവൃത്തിയില്ലല്ലോ. എന്നിട്ട് ഓമനിച്ച് പറയുന്നുണ്ട്, ചില നേരത്ത് നിങ്ങളൊക്കെ വന്ന് സംസാരിച്ചിട്ട് കഴിയുമ്പോൾ മോൾ ഒരേ കരച്ചിലാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട് പാവത്തിന്. അത് കേട്ടപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പറഞ്ഞു തുടങ്ങിയാൽ ഇവൾക്ക് പിന്നെ നാവും ഉണ്ടാകില്ല, ശ്വാസവും ഉണ്ടാകില്ല. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പോയ നയനയും ആദർശം തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ നബിയും അബിയും കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണുന്നത്. അത് കണ്ട നയനയും ആദർശം ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അവിടെ ചന്തുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണല്ലോ. നയന എന്നിട്ട് നബ്യയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? അന്നേരം നബ്യ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന പേക്കൂത്ത് കാണാൻ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ പോകണോ ചേച്ചി? മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയല്ലേ, അതിലൊക്കെ പങ്കെടുത്തിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തോന്ന് ഫംഗ്ഷൻ? നിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നയനെ. നീയാ ഈ വീട് മൊത്തം അലങ്കരിച്ചത്, അതിൻ്റെ ആവശ്യം എന്താ നിനക്ക്? അതൊന്നും പോരാഞ്ഞിട്ട് ഇവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയിരിക്കുകയാ. എന്നിട്ട് പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചോ നീ? അപ്പോൾ നയനക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പാൽപ്പായസം മാത്രമല്ല കടും പായസവും എല്ലാ വഴിപാടും നടത്തി, എന്താ കുഴപ്പം? അന്നേരം അബി നബിയോട് പറയുന്നുണ്ട്, നമുക്ക് പോകാം, എന്തിനാ വെറുതെ വഴക്ക്? അത് കേട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീയും നിൽക്കുന്നില്ലേ? ഇവള് പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ, പിന്നെ എന്തിനാ ഞാൻ നിൽക്കുന്നത്? അത് കേട്ട് ആദർശിന് അതങ്ങ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സ്വന്തം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, അത് അവന് അറിയാം, എന്നിട്ട് അവൻ ഇവിടുന്ന് പോകുന്നത് കണ്ടില്ലേ? ഏതായാലും നയന പറയുന്നുണ്ട്, നിൽക്കാത്തവരൊന്നും നിൽക്കണ്ട, ഇനി നിങ്ങളെ ആരും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതാണ് നല്ലത്. നിനക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുമെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനി നീ ഇതൊക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയെയും കൂടുതൽ വിഷമിപ്പിക്കണ്ട.
അത് കേട്ടപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും അറിയില്ലല്ലോ. അവർ ആദർശേട്ടനെ പൊക്കി പറഞ്ഞതാണ്, ലോകത്തിലെ ആർക്കും കിട്ടാത്ത ആദർശവാനായ മരുമകനെയാണ് അവർക്ക് കിട്ടിയതെന്ന്. അങ്ങനെയുള്ള അവരോട് ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, ഏതായാലും പോകാൻ ഇറങ്ങിയതല്ലേ, പോയാട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.